കേരളത്തിലെത്തിച്ച് കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്ന റേഷനരി പിടികൂടി തമിഴ്നാട് ഭക്ഷ്യവിതരണ വകുപ്പ്. അതിർത്തി ജില്ലയായ ബോഡിനായ്ക്കുന്നരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 1.5 ടൺ റേഷനരിയാണ് സംഘം പിടികൂടിയത്. പിടിച്ചെടുത്ത അരി തമിഴ്നാട് ഭക്ഷ്യവിതരണ വകുപ്പിന്റെ ഗോഡൌണിലേക്ക് മാറ്റി. തമിഴ്നാട് സർക്കാർ വിതരണം നടത്തുന്ന റേഷനരി വ്യാപകമായി പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിലേക്ക് എത്തിക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഭക്ഷ്യവിതരണ വിഭാഗത്തിലെ ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന കർശനമാക്കിയിരുന്നു. ഇതിനിടയിലാണ് കേരളത്തിലേക്ക് കടത്താൻ സൂക്ഷിച്ചിരുന്ന 1.5 ടൺ അരി പിടികൂടുന്നത്. ബോഡിനായ്ക്കന്നൂരിലെ കോപ്പറേറ്റീവ് കൊമേഴ്സ്യൽ റോഡ് ബിൽഡിംഗിലാണ് 22, 5, 4 നമ്പറുകളിലുള്ള റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത്. 3 കടകളിലായി 4000-ലധികം കാർഡ് ഉടമകളുമുണ്ട്. കഴിഞ്ഞ ദിവസം വാർഡ് കൗൺസിലർ വെങ്കിടേശൻ സമീപത്ത് തകർന്നു കിടക്കുന്ന ഓട പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് 25-ലധികം ചാക്കുകൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വാർഡ് കൗൺസിലർ ഭക്ഷ്യവിതരണ വകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡിൽ വിവരമറിയിക്കുകയായിരുന്നു. ഫ്ലൈയിംഗ് സ്ക്വാഡും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി പരിശോധന നടത്തിയതിൽ റേഷൻ അരിയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ഏത് കടയിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത റേഷൻ ഭക്ഷ്യവിതരണ വകുപ്പിന്റെ ഗോഡൌണിലേക്ക് മാറ്റി. പൂഴ്ത്തിവെക്കുന്ന അരി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിനും കരിഞ്ചന്തയിലേക്ക് എത്തിക്കുന്നതിനും ഇടനിലക്കാരായ വൻ സംഘം പ്രവർത്തിക്കുന്നതായാണ് വിവരം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരിശോധന വ്യാപകമാക്കുവാനാണ് തമിഴ്നാട് ഭക്ഷ്യവിതരണ വകുപ്പിന്റെ തീരുമാനം. റിപ്പോർട്ടർ ഇടുക്കി.